അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കുന്നു. അതാ റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട ഒരു ആൾ ഉണ്ട്. ഫസഅലഹു, എന്നിട്ട് നബി തങ്ങളിട്ട കേക്ക് എന്തെങ്കിലും നക്ക് തറു. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, മാ ഇന്ദി മാ ഊതീകഹു, നന്നിട്ട് നിക്ക് തറവു ഒന്നുമില്ല. വലാക്കിന് ഇത്തി ഫുലാനൻ, നന്നിട്ട് നിക്ക് തറവ് ഒന്നും ഇല്ല ഇപ്പം. അതുകൊണ്ട് ഇന്നാലെന്നൊരു വ്യക്തിയുടെ അടുത്ത് നീ പോയെങ്കിൽ നീ കണ്ടിത്തായിട്ട് അതിൽ തണ്ടുണ്ട്. അങ്ങനെ ഇന്നൊരു സ്വഹാബി ഒട്ടുക എന്താക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തി കൊടുക്കുള്ളൂ. ഫാത്തർ റജുല ഫഅത്താഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരട്ടെ കടത്തിട്ട് അയാളട്ടെ ഇയാൾ പോകണ്ടു. എന്നിട്ട് പോയിട്ട് അയാളട്ട കേക്ക് അപ്പോൾ അയാൾ എന്താക്കൾ കൊടുക്കൊടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരാൾ ഒരു ഖൈറിൻ്റെ മേൽ അറിയിച്ചു കൊടുത്തെങ്കിൽ അത് ചെയ്ത ആളുടെ കൂലി ഈ അറിയിച്ചു കൊടുത്ത ആൾക്ക് ഉണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്. അപ്പോൾ നബി തങ്ങളുടെ എന്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നില്ലെങ്കിലും മുണ്ട തെച്ചില്ല, എന്താക്കിത്ത് ഇന്നൊരുത്തരെ കാട്ടി കൊടുത്തു, അയാളോട്ട് പോയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തോട്ട് പോയിട്ട് കേട്ടിട്ട് അയാൾ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ കൊടുത്ത ആളുടെ അതുപോലത്തെ ഒരു കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും ഉണ്ട്. കാരണം അയാൾ സ്വതക്ക കൊടുക്കുക, കാരണം നബി തങ്ങൾ കടത്തിയത് കൊണ്ടല്ല അയാൾ സ്വതക്ക കൊടുത്തേ. ഇതുപോലെ എല്ലാ വിഷയത്തിനും ഖൈറിൻ്റെ മേൽ അറിയിക്കടെ എന്തൊരു കാര്യവും ആ ഖൈറെ അറിയിക്കട ആൾക്ക് അത് പ്രവർത്തിച്ച ആളുടെ കൂലി ഉണ്ടോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അദ്ദാൽ വലൽ ഖൈരി കഫാഇലിഹി, ഒരു ഖൈറിൻ്റെ മേൽ പിന്നെ അറിയിച്ചു കൊടുക്കുന്നത് അത് പ്രവർത്തിച്ചവനെ പോലെ ആയിരിക്കും. പ്രവർത്തിച്ചവനക്ക് എന്താ കൂലി ഉണ്ടോ അതുപോലത്തെ കൂലി ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഖൈറെ പഠിപ്പിക്കണം, ഖൈർക്ക് പ്രോത്സാഹിക്കണം ആൾമാർ ആവണം. അതായിരിക്കട്ടെ ഈ സംഭവത്തിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പടിപാട്ടി തൻ്റെ. അല്ലിമു അഹലീക്കും അൽ ഖൈറ, നിങ്ങളെ ഫാമിലി ആൾമാർക്ക് അഥവാ നിങ്ങളെ പെഞ്ഞയും മക്കോ നിങ്ങൾ ഖൈറ് പടിപാട്ടി കൊടുക്കും തങ്ങൾ ശബ്ദം. ഞങ്ങളെ ഖൈറ് ഞങ്ങൾ പടിപാട്ടി കൊടുക്കുന്ന ഖൈറ് ഏറ്റവും സ്വീകരിക്കൂ അർഹമായ ആൾമാരായിരിക്കണം ഞങ്ങളെ പെഞ്ഞയും മക്ക. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചിലവ് കൊടുക്കട, അങ്ങ് മെയിനായിട്ട് ഞങ്ങൾ ചെമ്മ ത്യാഗാക്കണം. അപ്പോൾ ഞങ്ങളെ പലക്കങ്ങ് കേൾക്കൂ സാധ്യത യാറുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു പ്രയോജനത്തെ ഞങ്ങൾ പറഞ്ഞോളണം. ഞങ്ങൾ കാര്യം ഞങ്ങൾക്ക് കുറേ കൊണ ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കുറേ ഖൈറ് ഞങ്ങൾ പടിപാട്ടി കൊടുക്കണം. മക്കൊന്നുണ്ടായ ആ മക്കോ ഖൈറ് പടിപാട്ടി കൊടുക്കുക. 5 വക്ത് പള്ളി പറവു ഞങ്ങൾക്ക് പടിപാട്ടി കൊടുക്കണം, പ്രാക്ടീസ് ആക്കിയിട്ട്. അതുപോലെ ഖുർആൻ ഓതുകയും സ്വലാത്ത് ചൊല്ലുവാട്ടവും സിക്ർ ചൊല്ലുവാട്ടവും ഞങ്ങളെല്ലാം അങ്ങോട്ട് പടിപാട്ടി കൊടുക്കണം. അങ്ങ് ചെല്ലുമ്പെല്ലാം അതിലെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ പെഞ്ഞൈമാർ അങ്ങായിട്ട് ഞങ്ങൾ ചെമ്മ അങ്ങനെ സൗകര്യമാക്കി കൊടുക്കണം. എങ്കിൽ ഞങ്ങൾക്ക് കുറേ ഖൈർ ഞങ്ങൾക്ക് പടിപാട്ടി കൊടുക്കുക സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങൾക്കുന്നുണ്ട് ആവതുണ്ടായെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ അത് പടിപാട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങ് അത് പാലിക്കിടാറ്. കാരണം അങ്ങ് പാലിക്കാണ്ട് ഞങ്ങൾക്ക് പിന്നെ സാധ്യതയില്ല. കാരണം ഞങ്ങളെ കൊണ്ട് ഒരുപാട് കോണങ്ങ പറഞ്ഞോണ്ടുള്ളവരല്ലേ. അപ്പോൾ ഞങ്ങളെ പലക്കങ്ങ് കേൾക്കുവാറ്. ആ ഒരു ബെനിഫിറ്റ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് കുറേ ഖൈർ ഞങ്ങൾ പടിപാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ ഞങ്ങൾക്ക് അത് അങ്ങ് ചെയ്തതിൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇബാദത്ത് കുറഞ്ഞ ആൾമാരായെങ്കിലും ഞങ്ങൾ ആളുകളെല്ലാം പടിപാട്ടി കൊടുക്കണ ഖൈറെ അങ്ങ് ചെയ്ത ആ അമലിൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ഞങ്ങളെ നന്മയിൽ ഇബാദത്ത് യാറായി കിട്ടുക ചാൻസ് ഉണ്ട്. ആ നിലക്ക് ഞങ്ങൾ എന്താക്കണം, ഖൈറെ പ്രോത്സാഹിക്കണം. അള്ളാഹു ഞങ്ങൾക്ക് ധാരാളം ഖൈറ് പടിപാട്ടി കൊടുക്കൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ നന്മയിൽ പ്രയോജനം കിട്ടും കാരണമായിട്ട് അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. എല്ലാ ശർറ് തൊട്ട് അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.